ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കൊണ്ടൊരു അൽഫാം കേട്ടോ. അതിന് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള മീൻ നെട്ടർ, അതുപോലെ തന്നെ സിലോപ്പി. അത് 2-3 സിലോപ്പി, ഒരു വലിയൊരു നെട്ടറും വന്നിട്ടുണ്ടോ. അതുകൊണ്ട് നല്ല അൽഫാം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി മീൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് നല്ല ഒന്ന് വരക്കണം കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ഫോർട്ടിൻ്റെയൊക്കെ വരക്കണ മാതിരി നല്ല ക്രോസിലൊക്കെ ആയിട്ട് നല്ല വരഞ്ഞിടണം. അപ്പോൾ ശരിക്കും മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മൾ കട്ടിങ് ഡിസൈൻ എന്ന് പറയട്ടോ, അഭിപ്രായം പറയും. അപ്പോൾ ഇനി ഇത് നന്നാക്കി വരഞ്ഞിട്ട് മസാല തേക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് എല്ലിക്ക് വലിയ മീനിപ്പി കട്ട് ചെയ്യണത്. ഇതല്ലാതെ നമ്മുടെ കൂടെ ഇതിനോട് കൂടെ സിലോപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ്, അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ മസാല തേച്ച് റെഡിയാക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ അടുപ്പ് വാമാക്കണം. അപ്പോൾ അതിനിവിടെ സിബൂനി ആദ്യം ഏൽപ്പിച്ചിട്ടുണ്ടോ, ഓരോ പണി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ കൂട്ടൊക്കെ പറഞ്ഞുതരാം. അപ്പോഴൊക്കെ അടുപ്പ് റെഡി ആകട്ടെ. അപ്പോൾ നമ്മൾ മീൻ ചൂടാൻ വേണ്ടി അടുപ്പ് ഇവിടെ വാമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സിബു അതിൻ്റെ കടിൻ്റെ പണിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി ആ ടൈമോടെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചേരുവകൾ റെഡിയാക്കാം കേട്ടോ. എനിക്ക് വേണ്ട സാധനത അപ്പോൾ മസാല റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള സംഭവം പച്ചമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ, ചെറുള്ളി, തക്കാളി, വെളുത്തുള്ളി, ചപ്പ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന സംഭവമാണ് തൈര്, കുരുമുളക് പൊടി, അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പ്ലേറ്റിക്ക് തൈര് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിലിട്ടിരുന്ന ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ മിക്സ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് ഇടുന്നത് ആദ്യമായിട്ട് നല്ല വലിയ ജീരകത്തിൻ്റെ പൊടി, ഭയങ്കര ടേസ്റ്റ് ചെയ്യാനും. അതിൻ്റെ കൂടെ മുളക് പൊടി, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇട്ടതുണ്ടല്ലേ, അത് പച്ചമുളക് ഇഞ്ചി അടിച്ച് വെച്ചാണ്. തക്കാളി, ചപ്പ് കൂട്ടിയടിച്ചാട്ടോ ഇട്ടത്. അപ്പോൾ എല്ലാം കൂട്ടി ജഗ പോകായിട്ട് മിക്സ് ചെയ്യട്ടോ. കൈ കൊണ്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് വേണം മീൻമ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കണം. ഭയങ്കരമാണ് മസാല. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡിയായി. ഇവിടെ 2 ചെറുനാരങ്ങ, 2 തക്കാളി, അതുപോലെ തന്നെ 4 ചെറുള്ളി, അല്പം ചപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മീനിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ല് ചെയ്യാനാണ്, ഒരു മജ കിട്ടാൻ. അപ്പോൾ ഈ വീസിനെന്താ അറിയോ, ഇത് കുരുമുളക് പൊടി കേട്ടോ. സിബോ സിബോ മീൻ കൊണ്ടേ, സിബോ മീൻ കൊണ്ടേ. പിന്നെ കാണാൻ പറ്റില്ല. കുട്ടപ്പനാക്കാൻ പോണേ. ഒരു 1.5 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ മസാല തേച്ചിട്ട് പോകുന്നത്. മസാല തേക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊന്ന് അടർത്തി പിടിച്ച് തേക്കാം കേട്ടോ. ഉള്ളൊക്കെ മസാല തരണം. അവിടെ മസാല സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 10 മിനിറ്റ് വന്നിട്ട് ശരിക്കും മസാല പിടിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി തക്കാളി ഇതൊക്കെ വെട്ടി റെഡിയാക്കാണ്ട്. അപ്പോൾ ചെയ്യേണ്ട പരിപാടിയൊക്കെ ഒരു ഓപ്ഷനല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് മീനിൻ്റെ വയറിൻ്റെ ഭാഗത്തുനിന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അതൊക്കെ തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യാത്തേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. മുളക് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഭയങ്കര പ്രിയങ്കരനാണ്. അപ്പോൾ അങ്ങനെ മുളക് ഇത് കമ്മിയാക്കില്ല. ഇങ്ങനെ വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ തിന്നലാണ് മുളക്. അത് മുളക് ഞാൻ ഇവിടെ ഇല്ല. 5 കിലോൻ്റെ മീൻ വരിക്കാട് ഇല്ല കേട്ടോ. അപ്പം ഇന്ന് അവരെ പിടിച്ചത് കയറ്റുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തീ ഇവിടെ ഇങ്ങനെ സംഹാരതാണ്ടാൻ മാടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് വെക്കാനുള്ള പരിപാടിയാണ്. തീയൊക്കെ കെടുത്തിട്ട് ഒരു കണലാക്കിയിട്ട് വെക്കുകയാണ്. ഒന്നിങ്ങനെ ഇടക്കും നിൽക്കൊന്നും ഇങ്ങനെ മറിച്ച് വെച്ചോ കേട്ടോ. ഒരുപാട് ഒരേ ടൈമിൽ നിൽക്കേണ്ട. അപ്പോൾ കരിയും മസാലയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് മുക്കിയിട്ടേ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സിബൂനെ ആക്കിക്കണം പോളിഷ് ചെയ്യാൻ, ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഏകദേശം വന്ന സംഭവം കേട്ടോ. 2 ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇത് തളിയിക്കിടാൻ പോവാണ്.
അപ്പോൾ ഇത് വേറിക്കണോ സംശയം കേട്ടോ, യാതൊരു കുറവുമില്ല. ഒക്കെ മുള്ളുമെന്ന് വേറിട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സംഭവം ശരിക്കും വന്നിട്ടാൽ മതി. സംഭവം ഓക്കെയാണ്. കാണാൻ വലിയൊരു ഗ്ലാമറില്ലാന്നുള്ളൂ, വേവ് കൂടിയതുകൊണ്ട്. ഏതായാലും നമ്മൾ പെട്ടെന്ന് സൈസാക്കാം. അപ്പുറമാണ് തെറ്റിയിടാം.